ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു വില കിട്ടാവുന്ന റയർ കാറ്റഗറി വരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹോങ്കോങ് ഭരിച്ചിരുന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന $1 എന്നറിയപ്പെടുന്ന നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം നല്ലൊരു വില തന്നെ, ഏകദേശം 5000 രൂപ 6000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഹോങ്കോങ്ങിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന $1 എന്നറിയപ്പെടുന്ന നോട്ട്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള നോട്ടൊക്കെ നല്ല കണ്ടീഷനിൽ കിട്ടുക എന്ന് പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ട് ഹോങ്കോങ്ങിൽ നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന നോട്ടാണ്. ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് $1 എന്നാണ്. ഈ ഒരു നോട്ട് നിലവിലുണ്ടായിരുന്നത് 1949, 52 കാലഘട്ടങ്ങളിലാണ്. ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് 121 × 75 ആണ്. ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ആദ്യം നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ കളർ ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു നോട്ടിൻ്റെ കളർ വരുന്നത് ഗ്രീൻ കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ നോട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗവൺമെൻറ് ഓഫ് ഹോങ്കോങ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഇവിടെ നോട്ടിൻ്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ദിസ് നോട്ട് ആർ ലീഗൽ ടെൻഡർ ഫോർ ദ പേയ്മെൻറ്റ് എനി എമൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് $1 എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ, അതേ ഒരു നോട്ടിൻ്റെ വാല്യൂ $1 എന്നാണ് ആ ഒരു ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ചൈനീസ് ലാംഗ്വേജസിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോട്ട് നിലവിലുണ്ടായിരുന്ന വർഷം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഹോങ്കോങ് 1 ജാനുവരി 1952 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നോട്ട് 1949, 52 എന്നിങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ട് 1952 നോട്ടാണ്. 49 നോട്ട് എൻ്റെ കളക്ഷനിലില്ല. തീർച്ചയായും വന്നു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. അതിന് താഴെയിട്ട് ഫോർ ദ ഗവൺമെൻറ് ഓഫ് ഹോങ്കോങ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ഇവിടെ ഒരു സിഗ്നേച്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ അവിടുത്തെ ഫിനാൻഷ്യൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് സെൻറ്ററായിട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ചൈനീസ് ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ചൈനീസ് അക്കങ്ങളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും 1 എന്നുള്ളത്. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് 1 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ബ്രിട്ടീഷ് ഹോങ്കോങ് ഭരിച്ചിരുന്നപ്പോൾ, അതായത് ജോർജ് 6 അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് ഈ ഒരു നോട്ട് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചർ, ഹെഡ് ഫേസിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ജോർജ് 6 അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ. അതിന് താഴെയിട്ട് അദ്ദേഹത്തിൻ്റെ ആ പിക്ചറിന് താഴെയിട്ട് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നോട്ടിൻ്റെ വാല്യൂ 1 എന്നുള്ളത് ചൈനീസ് ലാംഗ്വേജിൽ ഏറ്റവും മുകൾ ഭാഗത്തിട്ട് 1 എന്ന അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ $1 എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളിലും ചൈനീസ് ലാംഗ്വേജിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഗവൺമെൻറ് ഓഫ് ഹോങ്കോങ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ 4 സൈഡുകളിലായിട്ട്, അതായത് 1, 2, 3, 4 സൈഡുകളിലായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ ഡോളർ സിമ്പലും 1 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് സെൻറ്ററായിട്ട് ഇവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ ഹോങ്കോങ്ങിൽ നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈ ഒരു $1 നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഏകദേശം ഒരു 1500 രൂപ മുതൽ നല്ലൊരു UNC ടോപ്പ് ഗ്രേഡ് കണ്ടീഷന് ഏകദേശം 6000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള നോട്ടൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരു ലക്കിനാണ് ഈ ഒരു നോട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ തന്നെ ക്യൂൻ എലിസബത്തിൻ്റെ ഒരു നോട്ട് ഞാൻ നേരത്തെ മുന്നിലുള്ള വീഡിയോ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ തുടർന്നുള്ള ചാനലിൽ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എനിക്ക് നല്ലൊരു കണ്ടീഷനിൽ കിട്ടിയ നോട്ടാണ് ഹോങ്കോങ്ങിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന $1 നോട്ട്. നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നല്ലൊരു വില കിട്ടാവുന്ന നോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഏകദേശം 1500 രൂപ മുതൽ നല്ലൊരു UNC ടോപ്പ് ഗ്രേഡ് കണ്ടീഷന് ഏകദേശം 6000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.